മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് കാണിച്ചിട്ടുള്ള അനുസരണം, അല്ലെങ്കിൽ അതിൽ അവർ കാണിച്ചിട്ടുള്ള ആത്മാർത്ഥത വെളിപ്പെടുത്തുന്ന ഒരു ഹദീസിൽ വന്നിട്ടുള്ളൊരു സംഭവമാണ് ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖമാണല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടേത്. അപ്പോൾ കല്യാണത്തിന് ശേഷം മഹദി പ്രവാചകനെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ്. ഉപ്പയെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ സാധാരണ പെൺമക്കൾക്ക് ഉപ്പമാർ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലും അവരെന്ത് ചെയ്യില്ല, അവരാ ഉപ്പയുടെ ആശ്രയത്തിൽ നിന്ന് അങ്ങോട്ട് മോചിതരാവാൻ അവർ ശ്രദ്ധിക്കുകയില്ല. അങ്ങനെ മഹദി വന്നിട്ട് പറയാണ്, ഉപ്പ എൻ്റെ കൈ കണ്ടില്ലേ? എന്തിനാണ് മഹദി വന്നിട്ടുള്ളത്? കൈ നമ്മളെ ഈ ആട്ടുകല്ല് ഉപയോഗിച്ചുകൊണ്ട്, അന്ന് മെഷീനുകളും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ കൈയിൻ്റെ തഴമ്പൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരാതി പറയാനാണ് ഉപ്പയുടെ അടുക്കലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നത്. ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപ്പ എന്നും പ്രിയപ്പെട്ടവരാണ്. അതെ, പ്രത്യേകിച്ച് അപ്പോൾ ആ ഒരു മാനസിക ബന്ധം കൂടിയാണ്. ഉപ്പയെ തൻ്റെ ആ സോഫ്റ്റ്നെസ് ഉള്ള കൈ കാണിച്ച് ഇതൊക്കെ പോയി ഉപ്പ എൻ്റെ കയ്യിലെ ആ മൃദുലത ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. അത് മാത്രമല്ല, ഇനി ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും എല്ലാ സംവിധാനവും സൗകര്യം ഉണ്ടെങ്കിലും ഉപ്പാക്ക് പെൺമക്കൾ എന്നും അങ്ങനെ തന്നെയാണ്. അത് ജനിച്ചത് മുതൽ എങ്ങനെയാണോ അതിനി കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എത്ര മക്കളാണെങ്കിലും ആ ഉപ്പ മകൾ എന്ന് പറയുന്ന ബന്ധം അവരത് സമർത്ഥമായിട്ട് പെൺമക്കൾ ഉപയോഗിക്കുകയും ചെയ്യും, ഉപ്പ അത് ആസ്വദിക്കുകയും ചെയ്യും. തീർച്ചയായും ശരിക്കും അതാണ് ഇവിടെ നടക്കുന്നത്. ഒരു മനോഹരമായ ഒരു പ്രവാചക ജീവിതത്തിലെ ഉപ്പ മകൾ എന്നുള്ള നിലക്കുള്ള ഒരു ബന്ധമാണ് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ല, ആയിഷമ്മയാണുള്ളത്. അങ്ങനെ മഹദി ഇതൊക്കെ പറഞ്ഞു എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാണ്. അങ്ങനെ രാത്രി സമയത്ത് പ്രവാചകൻ അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും കിടന്നിട്ടുണ്ട്. അപ്പോൾ ഹദീസിൽ കാണാം അങ്ങനെ കിടന്നിട്ടുണ്ട്. പ്രവാചകൻ നേരെ ചെന്നിട്ട് ഇവരുടെ രണ്ടു പേരുടെയും മധ്യത്തിലിരിക്കുകയാണ്. ആ ഹദീസിലുള്ള പദപ്രയോഗം കാരണം പദപ്രയോഗത്തിൽ നമുക്ക് കാണാം, പ്രവാചകൻ്റെ കാലിൻ്റെ തണുപ്പ് എൻ്റെ നെഞ്ചിൽ അനുഭവപ്പെട്ടു എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതെ, അപ്പോൾ അത്രമേൽ അവരോട് അറ്റാച്ച് ചെയ്തിട്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മകളുടെ ആവശ്യം ഒരു വേലക്കാരനെ കൊടുക്കുക എന്നുള്ളതാണ് ഈ ജോലിക്കൊരു ആയാസം, സഹായി എന്നുള്ള നിലക്ക്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു വേലക്കാരനെ കിട്ടി ജോലി എളുപ്പമാകുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറയണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ വിരിപ്പിലേക്ക് ചെന്നാൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് 33 തവണ നിങ്ങൾ പറയണം. അതിൽ സുബ്ഹാനല്ലാഹ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? അതൊരു എണ്ണം കൂടി വർദ്ധിപ്പിച്ച് അല്ലാഹു അക്ബർ അത് 100 തികക്കണം എന്നുള്ളതാണ്. 34 ആക്കണം. അപ്പോൾ 3 കൂടി ചൊല്ലുമ്പോൾ 99, 1 34 ആകുമ്പോൾ 100 ആയി. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളെ ഹെഡിങ്ങിലേക്ക് വരികയാണ്. അതായത് സഹാബത്ത് എങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ വാക്കുകൾ ഉൾക്കൊണ്ടിരുന്നതെന്നാണ്. അങ്ങനെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്കുണ്ട്. എന്താ വാക്കെന്നറിയോ? അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിക്ർ പഠിപ്പിച്ച് തന്നത് ഞാൻ പാഴാക്കിയില്ല. ശരിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലം വന്നു, പ്രവാചകൻ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലം വന്നു, ഖിലാഫത്ത് കഴിഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കഴിഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കഴിഞ്ഞു. എന്നിട്ടാണ് ആര് വരുന്നത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് വരുന്നത്. ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കിടയിലൊരു അന്തഛിദ്രം ഉണ്ടാകുകയാണ്, സിഫീൻ യുദ്ധം ഉണ്ടാകുകയാണ്. അപ്പോൾ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു പറയുന്നത്, ആ ഒരു യുദ്ധത്തിൽ പോലും, അതിൻ്റെ രാത്രി പോലും ഞാൻ ആ ദിക്ർ ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. ആ ഹദീസിൻ്റെ ഒരു പദപ്രയോഗം തന്നെയാണ് എന്ത്, മാ തറക്തുഹുന്ന മുൻദു സമയത്തുഹുന്ന. എന്താണ്? ഞാനത് കേട്ടത് മുതൽ അത് ഇതുവരെയും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല, പാഴാക്കിയിട്ടില്ല എന്നുള്ളത്. ശരിക്കും ഈ സംഭവത്തിലേ വളരെ മനോഹരമായി എനിക്ക് മനസ്സിലാകുന്നത് ഇതിൽ ഒരു രംഗമാണ്. ശരിക്കും കല്യാണം കഴിഞ്ഞു പോയാൽ പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ച
വാപ്പമാർ, അല്ലെങ്കിൽ ആൺമക്കൾക്ക് വിവാഹം ആലോചിച്ച വാപ്പമാർ, ഈ വാപ്പയുടെ റോൾ അവിടെ കഴിഞ്ഞു എന്ന് ചിന്തിക്കുകയും പലപ്പോഴും ഇനിയിപ്പോൾ ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടേണ്ട, ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടാണെങ്കിലോ എന്ന് കരുതിയും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കാം പലപ്പോഴും പല രക്ഷിതാക്കളും വിവാഹ ജീവിതത്തിലേർപ്പെട്ട തങ്ങളുടെ മക്കളോട് പെരുമാറുന്നത്. പക്ഷെ ഞാൻ അതിലൊന്നും ഇടപെടുകയാണ്. അങ്ങനെ രക്ഷിതാക്കൾ നിയ്യത്ത് ചെയ്താലും പെൺകുട്ടികൾ അത് സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തും. അവരതിൻ്റെ 2ാമത്തെ തീയതി തന്നെ എന്ത് ചെയ്യും, ഉപ്പനോടായിരിക്കും ആദ്യം പരാതി പറയുക. ഭർത്താവ് കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ ചോയ്സ് ആരായിരിക്കും, ഉപ്പായിരിക്കും. ഇപ്പം അതില്ല ഇതില്ല. അപ്പോൾ ചിലപ്പോൾ വാപ്പത് കേട്ടിട്ട് വളരെ സരസമായിട്ട് തന്നെ ചിലപ്പോൾ തിരിച്ചു വയ്ക്കും, മോളെ ഞാൻ നിന്നെ കല്യാണം കഴിച്ച് തന്നില്ലേ, പിന്നെന്തിനാണ്. അപ്പോൾ അതൊന്നും അല്ല എന്നുള്ളത് ആ ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ ലോകർക്ക് മാതൃകയാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ അവരുടെ ഇടയിലേക്ക് ചെന്ന് മകളുടെ പരാതി പരിഹരിക്കാൻ വേണ്ടി അവർക്ക് രണ്ടുപേർക്കും അടുത്തിരുന്ന് ചേർന്നിരുന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു പ്രയോഗങ്ങൾ അവിടെ നടത്തി. അലി റളിയല്ലാഹു പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു ഞങ്ങൾ അടുത്തിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലിന്റെ തണുപ്പ് എന്റെ നെഞ്ചത്ത് അടിച്ചു വീശുന്ന രീതിയിൽ അത്രയും അടുത്താണ് ഇരുന്നത്. അപ്പൊ ആ ഒരു ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അവർ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ തന്റെ മക്കൾ തന്നെയാണ്, അവരകന്നു പോയിട്ടില്ല, അകലേണ്ടവരല്ല, അകറ്റേണ്ടവരല്ല എന്ന ഒരു നല്ലൊരു മനോഹരമായ ഒരു ആ രംഗമാണ് എനിക്ക് ഏറെ ഹൃദ്യമായി തോന്നിയത്.